അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വന്നത് ബൊറൂട്ടോ ട്യൂബ്ഡ് വോർട്ടെക്സിന്റെ ചാപ്റ്റർ 2 കുറിച്ചിട്ടാണ്. ഇതിന്റെ ചാപ്റ്റർ 1ന്റെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനത്തിൽ 3 കർമ്മ യൂസേഴ്സുമാരെ അവരുടെ പ്രസൻസ് കൊനഹയിൽ മനസ്സിലാക്കി. സെക്കൻഡ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കോഡും അവന്റെ ക്ലോ മാർക്ക് സെറ്റ്സും ബൊറൂട്ടോയും സറാഡയും ഒരിടത്തുണ്ട്. ബൊറൂട്ടോ കോഡിനോട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവന്റെ ക്ലോ മാർക്ക് സെറ്റ്സുവിനെയും കൂട്ടി വില്ലേജിൽ നിന്ന് പോകാൻ പറഞ്ഞു. എന്നാൽ കോഡ് അങ്ങനെ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും ബൊറൂട്ടോ വില്ലേജിൽ പോയതിനു ശേഷം കോഡുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതിലൂടെയാണ് കോഡിന് തന്റെ ഇടത്തെ കണ്ണ് നഷ്ടമായതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ നിന്നും ബൊറൂട്ടോ പിൻവാങ്ങിയതായും ഇത്രയും കാലം കോഡിൽ നിന്നും ഒളിച്ചു നടക്കുകയാണെന്നും കോഡ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരുപക്ഷെ ബൊറൂട്ടോയ്ക്ക് പകരം സാസുകയായിരിക്കും കോഡിനെ നേരിട്ടിട്ടുണ്ടാകുക. ആ ഫൈറ്റിൽ സാസുകയ്ക്ക് എന്തെങ്കിലും പറ്റിയതുകൊണ്ടാകാം ബൊറൂട്ടോ പിൻവാങ്ങിയതും. സറാഡ അവന്റെ അടുത്ത് ഉണ്ടായിട്ട് പോലും അവൻ അവളുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല. ബൊറൂട്ടോ കോഡും തമ്മിലുള്ള സംഭാഷണം നടക്കവേ മറ്റിടത്ത് ഷിഗിഡായും ഹിമവാരിയും ചേർന്ന് ഒരു സെറ്റ്സുവിനെ നേരിടുന്നുണ്ട്. അപ്പോഴേക്കും കവാക്കി അവിടെ എത്തി അവരെ രണ്ടുപേരെയും രക്ഷിക്കുന്നുണ്ട്. എന്നാൽ ക്ലോ മാർക്ക് സെറ്റ്സുവിന്റെ റിനഗൻ ആക്ടിവേറ്റ് ചെയ്ത് കവാക്കിയെ ആക്രമിച്ചു. അതോടുകൂടി കവാക്കി തന്റെ കർമ്മ ക്ലോ മാർക്ക് സെറ്റ്സുവിന്റെ നേരെ ഉപയോഗിക്കേണ്ടി വന്നു. അത്തരത്തിൽ കവാക്കിയെ അതിശയിപ്പിച്ചത് ഈ ക്ലോ മാർക്ക് സെറ്റ്സു അവന്റെ ഉള്ളിലെ ഓട്സുക്കിയെ സെൻസ് ചെയ്യാൻ പറ്റുമെന്നാണ്. എത്രയൊക്കെ ഇവയെ നശിപ്പിച്ചാലും അവ തന്റെ എണ്ണം കൂടുന്നതേയുള്ളൂ. ഒരിടത്ത് കവാക്കി ക്ലോമാക് സെറ്റ്സുവിനെ നേരിടുമ്പോൾ മറ്റൊരിടത്ത് ബൊറൂട്ടോയും അവനു ചുറ്റുമുള്ള ക്ലോമാക് സെറ്റ്സുവിനെ കീഴ്പ്പെടുത്തി. അതിനുശേഷം ബൊറൂട്ടോ കോഡിനോട് നീ ഇനി ഇവിടെ നിന്നാൽ നിന്റെ ആളുകൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കോഡിന് ഇതൊന്നും വിഷയമല്ല. അവന് ഇവയെല്ലാം ഉപകരണങ്ങൾ മാത്രമാണ്. അവന്റെ പക്കൽ ലക്ഷക്കണക്കിന് ക്ലോമാക് സെറ്റ്സുകൾ വേറെയുണ്ട്. ഈ ക്ലോമാക് സെറ്റ്സു എന്നാൽ യഥാർത്ഥത്തിൽ ടെൻടെയിൽസിന്റെ ഫ്ലഷിനെ ക്ലോമാക്കായി കമ്പൈൻ ചെയ്ത് എടുക്കുന്ന ഒരു ഹ്യൂമൻ ഫോമാണ്. ഇത് ടെൻടെയിലിനെ പോലെ തന്നെ തൻ്റെ അടുത്തേക്ക് വരുന്ന എന്തിനേയും വലിച്ചെടുത്ത് ഒരു മരമാക്കി മാറ്റും. ഇപ്പോൾ തന്നെ എല്ലാ ക്ലോമാക് സെറ്റ്സുവിൻ്റെ അടുത്ത് റിനഗൺ ഉള്ളത് കൊണ്ട് തന്നെയെങ്കിൽ കോഡിൻ്റെ പക്കൽ റിനഗൺ ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് ടെൻടെയിലിലെ ചക്ര യൂസ് ചെയ്ത് കോഡ് ഉണ്ടാക്കുന്നതായിരിക്കും. കോഡിൻ്റെ പക്കൽ ടെൻടെയിൽ ഉള്ള കാര്യം ബൊറൂട്ടോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ബൊറൂട്ടോ മര്യാദയ്ക്ക് തന്നെ ടെൻടെയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇതേ സമയം തന്നെ സറാഡ മറ്റൊരിടത്ത് ചിഡോറിയും ഫയർബോളും യൂസ് ചെയ്ത് ക്ലോമാക് സെറ്റ്സുവിനെ നേരിടുന്നുണ്ട്. അതിനിടയിൽ അവളെ രക്ഷിക്കാൻ വന്ന 2 ഷിനോബികൾ സെറ്റ്സുവിൻ്റെ ഇടയിൽപ്പെട്ട് മരമായി മാറിയതോടെ ബൊറൂട്ടോ കോഡിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ബൊറൂട്ടോ തൻ്റെ പുതിയ റസങ്കനായ റസങ്കൻ ഉസിഹുക്കു ഉപയോഗിച്ച് കോഡിനെ ആക്രമിക്കാൻ വന്നു. ഇതോടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് കാണാനുള്ളത് തേർഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.